ഇന്നലെയാണ് വഞ്ചിയൂരിൽ പട്ടാപ്പകൽ ഒരു യുവാവിനെ അതിർത്തി തർക്കത്തിന്റെ പേരിൽ വെട്ടിക്കൊലപ്പെടുത്തിയത്. നാടിനെ ഞെട്ടിപ്പിച്ച ഒരു കൊലപാതകമായിരുന്നു. സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ചാണ് ഈ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. കേവലം അതിർത്തി തർക്കമാണ് കാരണം. അയൽവാസികൾ തമ്മിലുള്ള തർക്കമാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. ഇതിൽ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇവരിപ്പോൾ എയർ ക്യാമ്പിൽ ആണ് ഉള്ളത്. മുഖ്യപ്രതി പ്രദീപ് ഉൾപ്പെടെ 4 പേരെയും പ്രാഥമികമായി ചോദ്യം ചെയ്തതിനു ശേഷമാകും അറസ്റ്റ് രേഖപ്പെടുത്തി വഞ്ചിയൂർ കോടതിയിൽ ഹാജരാക്കുക. മുൻവൈരാഗ്യം തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന വിശാഖിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് രാവിലെയോടുകൂടി ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് വിവരം. ഡാൻ തുടരുന്നുണ്ട്. ഡാന് ചെറിയ സംഭവമല്ല പട്ടാപ്പകൽ നടക്കുന്ന ഒരു കൊലപാതകം. ആദ്യം ഒരു പ്രതിയാണ്, പ്രദീപ് മാത്രമാണ് പ്രതിയെന്ന് പോലീസ് വിശ്വസിക്കുന്നു. പിന്നീട് വാഹനം കണ്ടെത്തുന്നു. തുടർന്ന് മറ്റ് 3 പേരെക്കുറിച്ച് കൂടി വിവരം കിട്ടുന്നു. ഇവരൊക്കെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് എന്ന വിവരമുണ്ട്. മറ്റൊരു വിവരം, നേരത്തെ തന്നെ തർക്കമുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുത്തുമൊക്കെ ഉണ്ടായിരുന്നു ഈ സംഭവത്തിൽ. അങ്ങനെ നേരത്തെ വൈരാഗ്യം ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. പുലിയനർകോട്ടയിലെ ഒരു കാട്ടിൽ ഒളിച്ചിരുന്ന പ്രതികളെ ഇന്നലെ രാത്രിയാണ് ഷാഡോ പോലീസ് സംഘം, സിറ്റി ഷാഡോ പോലീസ് സംഘം അതിവിദഗ്ധമായി കുടുക്കിയത്. അതിനുശേഷം ഇവരെ എയർ ക്യാമ്പിൽ എത്തിക്കുകയായിരുന്നു. അവിടെ വിശദമായ ചോദ്യം ചെയ്യൽ ഒരു ഘട്ടം കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻവൈരാഗ്യം തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കൃത്യമായ വിവരങ്ങൾ പോലീസിന് ഇന്നലെ ഈ സംഭവ സ്ഥലത്തു നിന്നും ഈ ദൃക്സാക്ഷികളുടെയും അതോടൊപ്പം ഈ മരിച്ച വിശാഖിൻ്റെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ ഭാഗത്തുനിന്ന് ലഭിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. വഞ്ചിയൂർ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രദീപ് മാത്രമാണോ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത്, അതോ മറ്റ് 3 പേർ കൂടി, ഒപ്പം പിടിയിലായ മറ്റ് 3 പേർ കൂടി, ഏത് തരത്തിലാണ് ഇതിൽ സഹായം നൽകിയത് പ്രദീപിന്? ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ അന്വേഷണമാണ് നടക്കുന്നത്. ഇന്നലെ പുലിയനർകോട്ടയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ വാഹനത്തിനുള്ളിൽ 3 വടിവാളുകളാണ് ഉണ്ടായിരുന്നത്. ആ വടിവാളുകൾ ഉപയോഗിച്ചാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് പോലീസ് ഇന്നലെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. അപ്പോൾ ഈ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഒരാൾ വാഹനം ഓടിക്കാൻ അല്ലെങ്കിൽ വാഹനത്തിൽ ഇവരെ രക്ഷപ്പെടാൻ സഹായിച്ചതാണോ, അതോ അതിനപ്പുറത്തേക്ക് ഇവർക്കും ഇതിൽ പങ്കുണ്ടോ, ഈ മറ്റൊരാൾ കൂടി? അങ്ങനെ ഈ പിടിയിലായ 4 പേരും ഒരുപോലെ കൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വിശദമായ ചോദ്യം ചെയ്യലിൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. എന്തായാലും ഈ അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിശാഖും പ്രദീപും തമ്മിൽ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട വിശാഖ് തന്നെ പ്രദീപിനെ ആക്രമിക്കുകയും പ്രദീപിൻ്റെ കൈക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും അങ്ങനെ ചികിത്സയിൽ തേടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ആ കേസുമായി ബന്ധപ്പെട്ട് വിശാഖ് ജയിൽ ശിക്ഷ അനുഭവിച്ചതാണ്. അതിനിടെ കഴിഞ്ഞിടയ്ക്കാണ് ജാമ്യത്തിലിറങ്ങിയത്. ജാമ്യത്തിലിറങ്ങിയപ്പോൾ മുതൽ അത് വീണ്ടും ഒരു പക വീട്ടാനുള്ള അവസരമായി പ്രദീപ് കാത്തിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇന്നലെ ഉച്ചഭക്ഷണം കഴിക്കാനായി മലയൻകീഴിൽ നിന്ന് സ്വന്തം വീടായ പാൽക്കുളങ്ങരയിലെ സ്വന്തം വീടിൻ്റെ സമീപത്തേക്ക് എത്തിയപ്പോൾ വഴിയിൽ തടഞ്ഞു നിർത്തി ഈ സംഘങ്ങൾ തമ്മിൽ വീണ്ടും തർക്കമുണ്ടാകുകയും ഈ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് ഈ വെട്ടി വീഴ്ത്തുകയും ചെയ്തത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഉടൻ പോലീസ് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കാരണം കയ്യിലും കഴുത്തിലുമേറ്റ മുറിവുകൾ അത്രയും സാരമായ മുറിവുകൾ തന്നെയായിരുന്നു. വഞ്ചിയൂർ പോലീസ് വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി. തീർച്ചയായും ഏതായാലും പ്രതികളെല്ലാം കസ്റ്റഡിയിലാണ്. പോലീസിന്റെ നിർണായക ഇടപെടലിൽ വളരെ പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്കകം തന്നെ ഈ 4 പ്രതികളും വലയിലായി. ആയുധങ്ങൾ കണ്ടെടുത്തു, കൃത്യമായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. മുൻവൈരാഗ്യമാണ് ഇത്തരത്തിലുള്ള കൊലപാതക കാരണമെന്ന് വ്യക്തമായിട്ടുമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.